ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ കാണാത്ത ആളുണ്ടെങ്കിൽ കാണാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാനും എൻ്റെ ഭർത്താവും എയർപോർട്ടിൽ പോകുന്നതാണ്, ദുബായ് എയർപോർട്ടിൽ. എൻ്റെ മോളെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മോളും എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളും മോളുടെ 2 മക്കളും അവർ ഇന്ന് വരുന്നുണ്ട്. 3 മാസത്തെ വിസിറ്റിങ്ങിന് വരുന്നതാണ്. മോളിവിടെ പണി നോക്കാൻ വേണ്ടിയിട്ട് മോള് അക്കൗണ്ടിങ് പഠിച്ചായിരുന്നു. അറബി ടൈപ്പിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ടെല്ലാം പഠിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അവൾ ഇവിടെ ജോലി നോക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ജോലി ശരിയായാലും ഇവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് പോകും. പിന്നെ നമ്മളടുത്ത് തന്നെ നമ്മളെ വില്ലയിൽ തന്നെ ഉണ്ട് റൂം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് പാകിസ്ഥാനിയാണ്. മാഷാഅല്ലാഹ് നല്ല ആളാണ്, നല്ല സ്നേഹിക്കുന്ന ആളാണ്. എല്ലാം കൊണ്ട് നല്ല തന്നെ, ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സ്നേഹമാണ്, മക്കൾക്കായാലും എല്ലാവർക്കായാലും നല്ല സ്നേഹമാണ്. മക്കളെല്ലാം നല്ല റെസ്പെക്റ്റാണ് എന്നോട്. പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇത്ര പ്രായമുള്ള ആളാണ്, പക്ഷെ പ്രായം എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇത് പറഞ്ഞത് ഇങ്ങനെ കുറച്ച് പ്രായമുണ്ടായിരുന്നു. പ്രായം പ്രശ്നമില്ല, എന്നെ നല്ല പോലെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ മുമ്പ് വീട്ടുപണി എടുത്തിട്ടാണ് എൻ്റെ മക്കളെ നോക്കിയത്. എൻ്റെ മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിച്ചെല്ലാം ഞാനങ്ങനെ വീട്ടുപണി എടുത്തിട്ടാണ്. പിന്നെ എനിക്ക് തോന്നി അവരെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം, അപ്പം എനിക്ക് തോന്നി ഒരാൾ വേണമെന്ന്, കൂട്ടുവേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് അങ്ങനെ മാഷാഅല്ലാഹ് നല്ല രീതിയിൽ പോന്നു. ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇതിനും മെരിക്കോളം ഇങ്ങനെ തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ പോന്നു. ഒരു ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ്. എനിക്ക് ഉറുദു സംസാരിക്കാൻ അറിയില്ല, ഞാൻ അറബിയിലാണ് സംസാരിക്കാം. പിന്നെ ഇവർക്ക് മലയാളം അറിയില്ലല്ലോ, മലയാളം അറിയില്ല, ഉറുദുവില അറബിയില ഞങ്ങൾ സംസാരിക്കാം. മാഷാഅല്ലാഹ് അതുകൊണ്ട് അവിടുത്തെ എല്ലാവരും അറബി പഠിച്ച്, പക്ഷെ ഞാൻ ഉറുദു പഠിച്ചില്ല ഇതുവരെയായിട്ട്. പിന്നെ ഒരുപാട് ട്രാഫിക് ഉണ്ട്. 6 മണിയാകുമ്പോൾ, അപ്പോൾ 6 മണിക്ക് അവിടെ ലാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഏതായാലും പുറത്തിറങ്ങുമ്പോൾ പിന്നെ 7 മണിയെല്ലാം ആവുമായിരിക്കും. അജ്മാനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പിന്നെ മാഷാഅല്ലാഹ് എല്ലാവരും നല്ലതിലുണ്ട്, മക്കളെല്ലാം നല്ലതിലുണ്ട്. ഒരു ബുദ്ധിമുട്ട്, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാവരും നല്ല രീതിയിലുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. अस्सलाम वालेकुम। ये मेरी बीबी है, कि अच्छी औरत है। मेरे जैसा प्यार हुआ, मेरी मोहब्बत हो गया, मैं भी इसके साथ प्यार किया, मोहब्बत किया, फिर हम लोग शादी किया। लेकिन मुकद्दर नसीब की बात है कि ये इंडिया की है, मैं पाकिस्तान का हूँ अभी। ये बस ये सही है, बस ये बात है। नहीं, बाकी मुकद्दर नसीब की बात है, जो अच्छी बात है। अभी जे तक हमारा नसीब है कि ये इंडिया हम पाकिस्तान जाएगा, ये पाकिस्तान इंडिया जाएगा तो हम पाकिस्तान जाएगा, लेकिन हम पाकिस्तान ये इंडिया का है। नहीं, अच्छा है बात, इसकी हमारी मोहब्बत अच्छा है, लेकिन मुकद्दर नसीब की बात है। बाकी अच्छा है, बस जो हमारी ज़िंदगी गुजरती है अच्छी गुजरती है, प्यार ही अच्छा है, मोहब्बत ही अच्छा है। अभी तो अल्लाह करे अच्छा रहेगा, हमारी दुआ है इंशाअल्लाह। ഹലോ അസ്സലാമു അലൈക്കും. എന്താ പറഞ്ഞത് മനസ്സിലായ? പിന്നെ നല്ല ഭാര്യ എന്നല്ലേ പറഞ്ഞത്. എനിക്ക് ഉറുദു അങ്ങനെ അറിയില്ല, ഞാൻ അറബിയിലാണ് സംസാരിക്കില്ല. ഉറുദു അറിയില്ല എനിക്ക് പറയാൻ. കുറച്ചിങ്ങനെ കേട്ട് ഇങ്ങനെ കുറച്ച് മനസ്സിലാകുന്നതല്ലാണ്ട് അതിനെ പിന്നെ എന്താണെന്നില്ല മറുപടി കൊടുക്കാൻ എനിക്കറിയില്ല, അത് പറയാനുള്ളത്. നമ്മൾ അറബിയിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഉറുദു അങ്ങനെ സംസാരിക്കുന്നില്ല. പിന്നെ ഈടിൽ എല്ലാവർക്കും അറബി അറിയാം. പിന്നെ വേറെന്താണ് വിശേഷം? എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ലൈക്ക് കിട്ടിയായിരുന്നു, ഒരുപാട് കമൻ്റുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകണം. ഓക്കെ. പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബൈ. വാലൈക്കും അസ്സലാം.